ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളെ വീഡിയോ ചെയ്തിട്ട് എക്സാമിന്റെ തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് അത്യാവശ്യം ഡിലേ വന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നീറ്റ് റിലേറ്റഡ് അല്ല, MBBS റിലേറ്റഡ് ആണ്. സോ ഓൾ അബൌട്ട് MBBS ഇൻ ജോർജിയ. എല്ലാവർക്കും അറിയാം, ഇപ്പോ റീസെന്റ് ആയിട്ട് ഇന്നലെ നീറ്റ് എക്സാം നടന്നു. അപ്പൊ 2016 ശേഷം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ ഇപ്പോഴാണ് വന്നിരിക്കുന്നതാണ് അറിയാൻ പറ്റിയത്. അപ്പൊ എനിക്ക് തോന്നി എന്റെ അബ്രോഡ് ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ആൻഡ് ജോർജിയയിലുള്ള MBBS പറ്റി, അതായത് അബ്രോഡ് MBBS പറ്റി ഒന്ന് സംസാരിക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. അബ്രോഡ് MBBS ലൈഫ് സ്റ്റൈൽ, ഫീസ്, ഹോസ്റ്റൽസ്, യൂണിവേഴ്സിറ്റീസ് എല്ലാം, അതായത് ഓൾ ഇൻ വൺ വീഡിയോ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ട്രൈ ടു വാച്ച് കംപ്ലീറ്റ്ലി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, വൈ അബ്രോഡ് MBBS? എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ കാരണം? എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അബ്രോഡിലേക്ക് MBBS എടുത്ത് പോകുന്ന ആൾക്കാരെ മാത്രമാണ്. ഓക്കെ, മെയിൻ റീസൺ നമുക്കറിയാം, നീറ്റ് എക്സാം എഴുതുന്നു, നീറ്റ് എക്സാമിൽ കട്ട് ഓഫിന് മുകളിൽ വരുന്നില്ല. അപ്പോൾ ഉള്ള രണ്ട് ഓപ്ഷൻസ്, ഒന്നെങ്കിൽ പ്രൈവറ്റ് കോളേജസ് അല്ലെങ്കിൽ അബ്രോഡ് MBBS തന്നെ പാഷനായിട്ട് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും വേറൊരു കോഴ്സ് എടുത്ത് പോകാൻ പറ്റില്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാം, ഒരിക്കലും അത് പറ്റില്ല. സോ ഗവൺമെന്റ് കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. MBBS ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒന്ന് നാട്ടിലുള്ള പ്രൈവറ്റ് കോളേജ് എടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ അബ്രോഡ് MBBS എടുക്കുക. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ലോ ബഡ്ജറ്റ് കൊണ്ടാണ് അബ്രോഡ് MBBS എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലെ MBBS സീറ്റിന് എത്ര ലക്ഷം രൂപയാകുമെന്ന് എല്ലാവർക്കും അറിയാം. സോ അത് കൊടുക്കാനില്ലാത്തവരാണ് അബ്രോഡ് MBBS എടുക്കാറ്, മെജോറിറ്റി. പക്ഷെ അല്ലാതെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് എന്തുകൊണ്ട് അബ്രോഡ് MBBS ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അബ്രോഡ് MBBS പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് MBBS ഒരു ഹാർഷ് റിയാലിറ്റി പറയണമെന്നുണ്ട്. ഒരു ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു ഹാർഷ് റിയാലിറ്റി ഓഫ് MBBS ഞാൻ പറഞ്ഞുതരാം ഷോർട്ടായിട്ട്. നമ്മൾ MBBS പഠിക്കുന്നു, 5.5 വർഷം അല്ലെങ്കിൽ 6 വർഷം MBBS പഠിച്ചിട്ട് നമുക്ക് ഒരു ജൂനിയർ ഡോക്ടറായിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. സോ ഒബ്വിയസ്ലി നമുക്ക് PG ആവശ്യമുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും? PG പ്രിപ്പയർ ചെയ്യും. PG ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണമെങ്കിൽ തന്നെ മിനിമം ഒരു 6 months അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താലേ പറ്റൂ. അല്ലാതെ MBBS കഴിഞ്ഞ് ഉടനെ PG എടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ ഒരു 6 months to 1 year PG പ്രിപ്പറേഷൻ, അത് ഏതിന് കൂടാണ് ഈ 5.5 വർഷം പ്ലസ് 1 year പ്രിപ്പറേഷൻ. സോ 6 വർഷമായല്ലോ, അപ്രോക്സിമേറ്റ്ലി അത് 7 വർഷമായിട്ട് കൂട്ടാം. 7 വർഷമായി. അത് കഴിഞ്ഞ് PG 2 years, 9 വർഷം. PG കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. സോ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കാൻ അടുത്ത 3 വർഷം പോകും. പ്രിപ്പറേഷൻ ടൈം ഞാൻ കൂട്ടുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം MBBS എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് നിങ്ങൾ കടക്കാൻ. ഞാൻ ആദ്യം നോക്കുന്ന ടൈമിലൊന്നും ഇതിനെ പറ്റി എനിക്ക് വലിയൊരു നോളജ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ ഇത് പറയാൻ ശ്രമിക്കുന്നത്. ബട്ട് ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? യാ, ഐ തിങ്ക് സോ. എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല MBBS എടുത്തതിൽ. മേ ബി ഞാൻ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ, യു വിൽ നെവർ നോ. അടുത്തതായിട്ട് അബ്രോഡ് MBBSൽ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൺട്രീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ അത്യാവശ്യം നല്ലൊരു കൺട്രിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ റഷ്യയും ചൈനയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് പേഴ്സണലി അവിടെ പോകാൻ താല്പര്യമില്ല. കൺട്രി അത്ര മോശമായതുകൊണ്ടല്ല, എനിക്ക് എന്റെ പേഴ്സണൽ ചോയ്സിൽ റഷ്യ, ചൈന ഇല്ലായിരുന്നു. പിന്നെ ലോ ബഡ്ജറ്റിലാണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള കൺട്രീസ് ഓപ്ഷനിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോ പഠിക്കുന്നത് ജോർജിയയിലാണ്. കാരണം എനിക്ക് ഒരു യൂറോപ്യൻ ലൈഫ് സ്റ്റൈലൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് പുതിയൊരു കൾച്ചറിലേക്ക് കടക്കണം, എല്ലാം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോർജിയ ചൂസ് ചെയ്തത്. ഇനി ജോർജിയയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ പറ്റി പറയാം. നമുക്ക് നാട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ഒരു വലിയ മിത്തായിരുന്നു എബ്രോഡ് പോയി MBBS എടുത്താൽ വർത്താകില്ല, നാട്ടിൽ വന്നാൽ നിനക്ക് പട്ടി വിലയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അതൊക്കെ വെറുതെ കേട്ടോ, അങ്ങനൊന്നുമില്ല. നാട്ടിൽ പഠിപ്പിക്കുന്ന അതേ ബുക്സ് ആണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റീസിലും അത് തന്നെയാണ് കിട്ടുന്നത്. അനാട്ടമി, ഗ്രേസ് അനാട്ടമി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. അതേപോലെ തന്നെ വിശ്രാം സിംഗിന്റെ അനാട്ടമി, നാട്ടിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. വിശ്രാം സിംഗിന്റെ അനാട്ടമിയാണ് നമുക്ക് നാട്ടിൽ കൊടുക്കുന്നത്.
അതേ ബുക്ക് ഇവിടെ നമുക്ക് റെഫറിന് തരുന്നുണ്ട്. കാരണം ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബുക്സ് എല്ലാം നമുക്ക് ഇവിടെ റെഫറിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിസിയോളജി എടുക്കുമ്പോൾ ഗൈറ്റൻ ആൻഡ് ഹോളിന്റെയും ഷെർവുഡിന്റെ ഒക്കെ ബുക്സ് ആണ് നമുക്ക് തരാറ്. സോ ഈ ബുക്സിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, ഇതാണ് എല്ലായിടത്തും ബേസിക് റെഫറൻസ് ആയിട്ട് കൊടുക്കാറുള്ളത്. ഇതാണ് MBBS ബുക്സ്. അല്ലാതെ എബ്രോഡ് വന്ന MBBSന് മറ്റേ ലോ ക്വാളിറ്റി ബുക്സ് കൊടുക്കുന്നതൊക്കെ വെറുതെ പറയുന്നത്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ പറ്റി ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഡിമെറിറ്റ്സ് ആയിട്ട് കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറും മിത്താണെന്ന് മനസ്സിലായത് ജോർജിയയിലേക്ക് വന്നതിന് ശേഷമാണ്. കാരണം നാട്ടിൽ എന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന അതേ ബുക്കാണ് ഞാൻ ഇവിടെ പഠിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി മാറുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ജോർജിയയെ പറ്റി എടുത്തു പറയേണ്ട ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കെടാവറില്ല. പക്ഷെ പേഴ്സണലി എനിക്കത് ഒരു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം കെടാറിൽ നിന്ന് പഠിക്കുന്നത് അടിപൊളിയായിരിക്കാം, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മാനിക്യൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്ലാസ്റ്റിക് ഡമ്മി പോലത്തെ ബോഡീസ്. പിന്നെ കെടാറിൽ പഠിക്കുന്നതിന്റെ അത്രയും ക്രെഡിബിലിറ്റി നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, കാരണം ഞാൻ കെടാറിൽ പഠിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഓരോ വെയിൻസ് ആയാലും ആർട്ടറീസ് ആയാലും ഒരു മുറിവ് ഉണ്ടായാൽ പോലും എന്ത് പറ്റും എന്ന് കറക്റ്റ് അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ CPR കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എടുക്കുക. CPR കൊടുക്കുമ്പോൾ പേഷ്യന്റ് ഡെഡ് ആകുമോ അലൈവ് ആകുമോ എന്ന് പോലും നമുക്ക് ഈ സോ കോൾഡ് ഡമ്മി വഴി അറിയാൻ പറ്റും. പക്ഷെ നമുക്കൊരു കെടാറിൽ ഒരിക്കലും അത് അറിയാൻ പറ്റില്ല. കാരണം യുനോ. അടുത്ത യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറയാം. യൂണിവേഴ്സിറ്റീസ് നമ്മൾ എപ്പോൾ ചൂസ് ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം നോക്കുക. WDOMS എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ ഓരോ സിറ്റി ഓരോ ക്യാപിറ്റൽ അടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, കറക്റ്റ് കൺട്രി ആൻഡ് സിറ്റി അടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് എഴുതി കാണിക്കും യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും. അത് ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും ഏത് കൺട്രി ആയാലും. സോ അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. പിന്നെ അക്രഡിഷൻസ്, ഇപ്പോൾ USA പോകണമെങ്കിൽ അല്ലെങ്കിൽ UK പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എവിടെ പോകണമെങ്കിലും, ഈവൻ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അക്രഡിഷൻസ് വേണം. അപ്പൊ WDOMS എന്ന് പറഞ്ഞ സൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്രഡിഷൻസ് എല്ലാം അവൈലബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും ഈച്ച് ആൻഡ് എവറി യൂണിവേഴ്സിറ്റിയുടെ. സോ നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടുത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോക്കസസ് യൂണിവേഴ്സിറ്റി ആണ്. കോക്കസസ് ഇന്റർനാഷണൽ അല്ല, കോക്കസസ് യൂണിവേഴ്സിറ്റി. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഇവിടുത്തെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസിലും പോയിട്ടുണ്ട്. എനിക്ക് ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കസസ് യൂണിവേഴ്സിറ്റി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ അതല്ലാതെ വേറെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. UG ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, SCU ഉണ്ട്, അതേപോലെ ഈസ്റ്റ് യൂറോപ്യൻ ഉണ്ട്, യൂറോപ്യൻ ഉണ്ട്, TSMU. സായി പല്ലവി ഒക്കെ പഠിച്ചത് TSMUലാണ്, TBC സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോ അങ്ങനത്തെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ കോക്കസസ് യൂണിവേഴ്സിറ്റി തന്നെ പറയും. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്റെ ക്യാമ്പസ് ലൈഫ് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു വാസ്റ്റ് ക്യാമ്പസ് തന്നെയുണ്ട്. എന്റെ യൂണിവേഴ്സിറ്റി ടൂർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഫീസിന്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഒരു 20 lakhs to 40 lakhs വരെയൊക്കെയാണ് ആകാറുള്ളത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 30 lakhs ആണ് ഫുൾ പഠിച്ചിറങ്ങാൻ വരുന്നത്. പിന്നെ ഇവിടുത്തെ കോഴ്സിന്റെ ഇത് മൊത്തം 6 വർഷമാണ്. അതായത് 5 വർഷ കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പ്, 5+1 എന്ന ഫോർമാറ്റിലുള്ള കോഴ്സാണ് ജോർജിയയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഒരുവിധം അവൈലബിൾ ആയിട്ടുള്ളത്. ഫീസ് നോക്കുമ്പോൾ ചില യൂണിവേഴ്സിറ്റീസിൽ 20 lakhs ടോട്ടൽ ബഡ്ജറ്റ്, ചില യൂണിവേഴ്സിറ്റിയിൽ 30 lakhs, 40 lakhs. TSMU ഉള്ള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 lakhsന് മുകളിൽ പോകും. അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വരുന്നത് 30 lakhs ആണ്. അതായത് 5 lakh per annum വെച്ചിട്ട് 6 വർഷത്തേക്ക് 30 lakhs ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ടോട്ടൽ ഫീസ് വരുന്നത്. പിന്നെ എനിക്ക് വളരെ ഒരു മെറിറ്റ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഇവിടെ സ്റ്റഡി ലൈഫ് നന്നായിട്ട് ബാലൻസ്ഡ് ആണ്. എനിക്ക് നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ട്. നാട്ടിൽ മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് ഈ നമ്മുടെ സ്റ്റഡി ലൈഫിനെയൊക്കെ പറ്റി. അപ്പോൾ എനിക്ക് പേഴ്സണലി അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എനിക്കിവിടെ ചില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കിവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലേഴ്സ് ആയാലും കോളേജിലെ ഫംഗ്ഷൻസ് ആയാലും അതേപോലെ ഹോസ്റ്റലിലെ പരിപാടി ആയാലും എനിക്ക് എല്ലാത്തിലും സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പഠിക്കാനും അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സോ എൻ്റെ ഒരു സ്റ്റഡി ലൈഫ് ബാലൻസ് ചോദിച്ചാൽ ഐ ആം ടോട്ടലി ഓക്കെ വിത്ത് ഇറ്റ്. കാരണം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
അതേസമയം ഞാൻ നാട്ടില് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നവരായാലും ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നവരായാലും ചോദിച്ചപ്പോൾ കുറെ ഹെക്ടിക് ആണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. കാരണം രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ക്ലാസ്, അത് കഴിഞ്ഞ് ഹോസ്റ്റലെത്തുക, അസസ്മെന്റ്സ്, പ്രിപ്പറേഷൻസ്, സെമിനാർ, എവറിത്തിങ് ഇസ് ലൈക്ക് ഹെക്ടിക്. ഇവിടെ എനിക്ക് അത്ര ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം എല്ലാത്തിനും ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് എന്റെ കോളേജ് ലൈഫ് കുറച്ചെങ്കിലും എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഐ എം 10% ഷുവർ ഐ എം എൻജോയിങ് ഇറ്റ്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ നോട്ട്ബുക്ക്, പെൻ, പേപ്പർ, ആ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം ഡിജിറ്റലാണ്. നിങ്ങളുടെ നോട്ട്സ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് കിട്ടുന്നുണ്ട്. യു ജസ്റ്റ് നീഡ് എ ലാപ്ടോപ്പ് ഓർ എ ടാബ്ലറ്റ്. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ. ഈവൻ ഇത് രണ്ടും അല്ലെങ്കിൽ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ അസസ്മെന്റ്സ് ആയാലും നമ്മുടെ ക്ലാസ്സസ് ആയാലും എല്ലാം നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആണ്. അതെനിക്ക് വളരെ വളരെ ഒരു നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ബുക്സ് വാങ്ങണ്ട. ടെക്സ്റ്റ് ബുക്സിന്റെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം, മെഡിക്കൽ ബുക്സിന്റെ പ്രൈസ്. നമുക്കത് ഒന്നും ആകുന്നില്ല, എല്ലാം ഡിജിറ്റലി അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാ കാര്യവും ഭയങ്കര അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അസസ്മെന്റ്സ്, ഇവിടെ അസസ്മെന്റ് എടുക്കുന്നതും പ്രൊജക്റ്റും എല്ലാം നമുക്ക് ഡിജിറ്റലിയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് വെറുതെ സെമിനാറും എല്ലാം നമുക്ക് ഡിജിറ്റലിയാണ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ക്ലാസ് എടുക്കുന്നതായാലും നമുക്കിവിടെ പ്രസന്റേഷൻസ് ആയാലും എല്ലാം നമ്മൾ ഡിജിറ്റലി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാട്ടിലും നമ്മൾ പ്രൊജക്ട് എഴുതുന്നതും കാര്യങ്ങൾ റെക്കോർഡ് എഴുതുന്നതും എല്ലാം വെറുതെ എഴുതിയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ആ റെക്കോർഡ് എഴുതിയിട്ട് നമ്മൾ അതേപോലെ ഒരു സൈഡിൽ വെക്കും, പിന്നെ അത് തൊട്ട് പോലും നോക്കില്ല. ആ ടൈമിൽ നമുക്ക് ഇവിടെ ലാഭിക്കാൻ പറ്റും. കാരണം ഇവിടെ റെക്കോർഡ് എടുത്തെന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. നിങ്ങൾക്ക് ആപ്പാടുള്ളത് സെമിനാർ, അസസ്മെന്റ്സ്, പ്രസന്റേഷൻ, അങ്ങനത്തെ കുറെ, അതെല്ലാം ഡിജിറ്റലി ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ടൈം ഒരുപാട് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പിന്നെ എനിക്ക് എബ്രോഡ് വന്നപ്പോൾ ഫീൽ ചെയ്തത്, ഇപ്പോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് എല്ലാത്തിലും ഒരു സെൽഫ് സഫിഷ്യൻസി, ഒരു സ്വയം പ്രാപ്തത എല്ലാരിലും കാണാൻ പറ്റുന്നുണ്ട്. നാട്ടിലുണ്ടായതുപോലെയല്ല. കാരണം നമ്മൾ ഒരു എബ്രോഡ് കൺട്രിയിൽ വന്നിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. നമ്മുടെ പേരൻസ് ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല. നമ്മൾ ഒരു പുതിയ കൺട്രിയിൽ വന്നിട്ട് അവരുടെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്ത് നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പോകുന്നത്. അത് നമ്മളെ ഒരുപാട് ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്കൊരു സെൽഫ് സഫിഷ്യന്റ് ആവാൻ വളരെ വളരെ സഹായിക്കും എബ്രോഡ് ലൈഫ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ് ചെയ്യാൻ എനിക്ക് നാട്ടിലെ കുറിച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പൈസയുടെ ആവശ്യം വന്ന വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുക, അല്ലെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക, ആ ഒരു രീതിയിൽ നിന്ന് മാറി എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും മണി മാനേജ് ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ പൈസ നമ്മൾ ചെലവാക്കുന്നതും നമ്മൾ എവിടെ ചെലവാക്കണം, എവിടെ ചെലവാക്കണ്ട, എങ്ങനെ സേവ് ചെയ്യണം എന്നെല്ലാം നമുക്കൊരു ചിന്തിക്കാനുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ട്. സോ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്കില്ല് നിങ്ങൾക്ക് എബ്രോഡ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഐ എം 100% ഷുവർ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം. അപ്പോ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വരാൻ പറ്റും. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് ഓരോ ബാങ്കിലും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോ എഡ്യൂക്കേഷൻ ലോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇവിടെ പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണോ എന്നുള്ളത്. ഞാൻ ജോർജിയുടെ കാര്യം പറയാം, ഇവിടെ പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ് MBBS ആണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, യു നോ ദാറ്റ്. അപ്പോ ടൈം കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ചെയ്യാം. ഇവിടെ എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേര് പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഇയർ തൊട്ട് പാർട്ട് ടൈം ചെയ്യാൻ നിൽക്കുകയാണ്. സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇതാണ്. നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ചെയ്യാം. എന്തായാലും ജോർജിയയിൽ പാർട്ട് ടൈം ജോബ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്ത് എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഞാൻ നാട്ടിൽ നിന്ന് എബ്രോഡിലേക്ക് വരാൻ നിന്നപ്പോ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ കാര്യമാണ്, എബ്രോഡ് MBBSന് ക്വാളിറ്റി ഇല്ല, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ടാവില്ല, തിരിച്ച് നാട്ടിൽ വരാൻ പറ്റില്ല. അതെല്ലാം വെറും മിത്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ നാട്ടിൽ റെഫർ ചെയ്യുന്ന അതേ ബുക്സ്, നാട്ടിൽ പഠിപ്പിക്കുന്ന അതേ ബുക്സ്, അതേ സിലബസ് എല്ലാം സെയിം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ പ്രോസസ്സ്, എന്റെ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രോസസ്സ് USMLE ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. USMLE എന്താണെന്ന് എല്ലാവർക്കും അറിയാം. USA ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട എക്സാം ആണ്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റീസിൽ മെജോറിറ്റി. പിന്നുള്ളത് അവർ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ USMLEക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ കൊണ്ടുവരുന്നത്.
അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ എടുക്കുന്ന കേസസ് ആയാലും കേസ് സ്റ്റഡി എടുക്കുമ്പോൾ നമുക്ക് USML കേസസ് ആണ് തരുന്നത്. അപ്പം ഓരോ പോയിന്റ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ്, നമ്മൾ എക്സാക്ട് പറയില്ല ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് ഇമ്പോർട്ടന്റ്, അതേപോലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഈസ് ഇമ്പോർട്ടന്റ്. ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. സോ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കറിയില്ല ആൾക്കാർ എന്തുകൊണ്ടാണ് പറയുന്നത്. ഐ തിങ്ക് മേജർ റീസൺ ഈ പറയുന്നവരെല്ലാം എബ്രോഡ് പോകാത്തവരാ. അവർക്ക് മേ ബി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് അതിനെ മൊത്തത്തില് അങ്ങ് എന്താ പറയാ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുക. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ വലിയൊരു ഡിഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോ ഫസ്റ്റ് ഇയർ കഴിയാറായി. സോ ഐ ഡോണ്ട് നോ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നീറ്റ് മാൻഡേറ്ററി ആണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എബ്രോഡ് വരുന്നതിനെ പറ്റി. അപ്പൊ നീറ്റ് മാൻഡേറ്ററി അല്ല, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആകുക. നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആവാൻ ഏകദേശം 200 170 സംതിങ് സ്കോർ മതി. അത് ക്വാളിഫൈഡ് ആയിട്ട് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. കാരണം തിരിച്ചു ചെല്ലുമ്പം FMG എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ആ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആകണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. സോ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് മാത്രം എബ്രോഡ് വരുന്നുണ്ടെങ്കിൽ വരിക. അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തിനെ പറ്റിയാലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറും അതേപോലെ ഇൻസ്റ്റ ഐഡിയും കൊടുക്കുന്നുണ്ട്. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.